കൃഷിക്കും പരിസ്ഥിതിക്കും ഭീഷണിയായി പടന്ന പിലിക്കോട് ഗ്രാമപഞ്ചായത്തുകളിൽ അധിനിവേശ സസ്യങ്ങൾ വ്യാപിക്കുന്നു. വയലുകളിൽ കുളവാഴ, ആഫ്രിക്കൻ പായൽ എന്നിവ പടർന്നു പിടിക്കുമ്പോൾ പറമ്പുകൾ സിംഗപ്പൂർ ഡെയ്സിയും കൈയടക്കുകയാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. പടന്ന പിലിക്കോട് പഞ്ചായത്തുകളിലെ തീരദേശ വയലുകൾ മിക്കതും കളസസ്യങ്ങൾ കൈയടക്കുകയാണ്. തരിശിടുന്ന വയലുകളിലാണ് പ്രധാനമായും കുളവാഴയും ആഫ്രിക്കൻ പായലും പതിയെ കടന്നുകയറുന്നതെങ്കിലും പിന്നീട് ഇവിടങ്ങളിൽ തീരെ കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ജലാശയത്തിന്റെ ആവാസ വ്യവസ്ഥ തകർക്കുന്ന ഇത്തരം അധിനിവേശ സസ്യങ്ങൾ ഒരു തവണ പിടിമുറുക്കിയാൽ പിന്നെ പൂർണ്ണമായും നീക്കം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയുണ്ടാകുന്നു. പിലിക്കോട് പടന്ന പഞ്ചായത്തുകൾക്ക് അതിരിടുന്ന ബാലൻപുഴയിലേക്ക് ഒഴുകിയെത്തുന്ന ചെറിയ തോടിനോട് ചേർന്നുള്ള പള്ളിക്കണ്ടം വയൽ പൂർണ്ണമായും കുളവാഴ വിഴുങ്ങി. തോടിന് കിഴക്ക് ഭാഗം പിലിക്കോട് പഞ്ചായത്തിലെ കണ്ണങ്കൈ പിലിക്കോട് വയൽ പാടശേഖരമാണ്. ഇവിടെ നൂറുകണക്കിന് നെൽകർഷകരുണ്ട്. കുളവാഴ സമീപത്തെ വയലുകളിലേക്കും വ്യാപിച്ചാൽ നെൽകൃഷി അവതാളത്തിലാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. അത് രണ്ടാമള നെൽകൃഷിക്കാണ് കൂടുതൽ ബാധിക്കുന്നത്. രണ്ടാമള നെൽകൃഷി ഈ പായൽ കാരണം ഒരുപാട് കർഷകർ ഉപേക്ഷിക്കുന്ന വട്ടാണ്. അത് കൃഷിക്കാർക്ക് വാരിയെടുത്താലും വാരുന്നോറും വർദ്ധിക്കുന്ന ഒരു പായലായതുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി ആ വാരി അത് കാക്കുകയാണെങ്കിൽ ഒരു 10-25 ഏക്കർ സ്ഥലം തരിച്ചു കിടക്കാതെ കൃഷിക്കാർ ചെയ്യും. അതിനു വേണ്ട നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏക്കർ കണക്കിന് പാടത്ത് വിടർന്നു നിൽക്കുന്ന പൂക്കൾക്ക് നല്ല ചന്തമാണെങ്കിലും ജലത്തിലെ ജൈവ വൈവിധ്യത്തെ ആകെ ഇത് നശിപ്പിക്കും. വെള്ളത്തിലെ വായുപ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്നതിനാൽ മറ്റ് സസ്യങ്ങളെല്ലാം ക്രമേണ ഇല്ലാതാകും. അലങ്കാര സസ്യമായി എത്തിയ കുളവാഴ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ജലാശയങ്ങളിൽ വൻതോതിൽ വ്യാപിച്ചിട്ടുണ്ട്. അമ്മിണിപ്പൂ, കമ്മൽച്ചെടി എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന സിംഗപ്പൂർ ഡെയ്സിയും കേര കർഷകർക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.